ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളൊരു ഫുഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തന്നെ ഫേമസ് റെസ്റ്റോറൻ്റായ ദിണ്ടുകൽ തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം പോയ ബ്രാഞ്ചിൽ ഓൾറെഡി ബിരിയാണി എല്ലാം കാലിയായി, അവർ ക്ലോസ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. കാരണം ഓൾറെഡി 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ അടുത്തുള്ള വേറൊരു ബ്രാഞ്ചിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, മേടവാക്കത്ത് തന്നെ. ഇവർക്ക് ഓൾമോസ്റ്റ് 101 ഔട്ട്ലെറ്റ്സ് ആണ് ഗ്ലോബലി ഉള്ളത്. 92 ഇന്ത്യയിലും 9 ഇന്ത്യക്ക് പുറത്തുമാണുള്ളത്. ലൈക്ക് ശ്രീലങ്ക, UAE, മലേഷ്യ, ഫ്രാൻസ്, സിംഗപ്പൂർ ആൻഡ് US. അമ്മയെ പോലെ തന്നെ മോനും ഭയങ്കര സന്തോഷത്തിലാണ്. എന്നെ ഉമ്മ വെച്ച് തകർക്കുന്നുണ്ട്. എന്തിനോ വേണ്ടിയുള്ള സോപ്പിംഗ് ആണ് കേട്ടോ. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറയുമായിരിക്കും, അതിനുള്ള സോപ്പിംഗ് ആണിത്. I love you, Mommy. എന്താ മമ്മ ഓർഡർ ചെയ്ത് പറയും? ചിക്കൻ ബിരിയാണി അല്ല, മട്ടൻ ബിരിയാണി. കൊക്കോ അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്, ഒരു മട്ടൺ ബിരിയാണി, പിന്നെ ഒരു തന്തൂരി ചിക്കൻ. ഈവനിങ്ങിൽ സ്നാക്സ് ഒരുപാട് കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വിശപ്പില്ല, അതുകൊണ്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തുള്ളൂ. അത് ഞങ്ങൾ 3 പേരും ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം വെൽ കുക്ക്ഡ് ആയിരുന്നു, നല്ല മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടുത്തത് നമ്മൾ പറഞ്ഞ തന്തൂരി ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ തന്തൂരി ചിക്കൻ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പ്ലേറ്റിങ്ങും അറേഞ്ച് ചെയ്തൊക്കെ അസലായിട്ടുണ്ടായിരുന്നു. നല്ല വെജിറ്റബിൾസൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ പോലെയൊക്കെ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട പരിപാടിയാണ്. ഫസ്റ്റ് തന്നെ കുഞ്ചു എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഒരു ലെഗ് പീസ്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് അധികം സ്പൈസി ആയിരുന്നില്ല, അപ്പോൾ കുഞ്ചുവിനും ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ജ്യൂസി ആയിരുന്നു നമ്മൾ കഴിക്കുമ്പോൾ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മസാല സ്പൈസി അല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ മെയിൻ ഐറ്റം നമ്മുടെ മട്ടൺ ബിരിയാണി എത്തിയിട്ടുണ്ട്. അപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്ലേറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുകളിൽ ഉണ്ടായിരുന്ന ഒരു 4 to 5 പീസസ് മാത്രമേ ആ ബിരിയാണിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ പോട്ടിനകത്ത് വേറെ ഒരു പീസും ഉണ്ടായിരുന്നില്ല, റൈസ് മാത്രമായിരുന്നു കേട്ടോ. എടുത്തേക്കാം, നല്ല സോഫ്റ്റ് ആണ്.
കഴിച്ചിട്ട് എൻ്റെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നും ഇല്ലാത്തത് കണ്ടപ്പോൾ എന്ത് തോന്നി ഗൈസ്? കൊള്ളൂല്ല എന്നാണോ? അല്ല കേട്ടോ, കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ കൊടുക്കുന്ന അത്രയും പൈസക്ക് അറൗണ്ട് ഒരു 390 to 400 ഇടയിലുണ്ട് ഈ ഒരു ബിരിയാണിയുടെ പൈസ എന്ന് പറയുന്ന മട്ടൺ ബിരിയാണിയുടെ റേറ്റ് വരുന്നത്. അപ്പം അതിനുള്ള ഒരു വാവ് എന്ന് പറയാനുള്ള അത്ര ടേസ്റ്റ് ഉണ്ടോ എന്നായിരുന്നു എനിക്ക് ആ മനസ്സിൽ അപ്പോൾ പൊക്കോണ്ടിരുന്നത്. നമ്മൾ എപ്പോഴും കഴിക്കുന്ന നോർമൽ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് അല്ല, ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ആ റൈസിൻ്റെ കൺസിസ്റ്റൻസി ആണെങ്കിലും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മസാല ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ബട്ട് ഭയങ്കര സ്പൈസി ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുഞ്ചുവിന് കഴിക്കാനേ പറ്റിയില്ല കേട്ടോ. ഞങ്ങളും ദേ ഒരു 2-3 വായ കഴിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് മൂക്കുകൂടെയൊക്കെ കണ്ണുകൂടെയൊക്കെ വെള്ളം വരാൻ തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് തന്തൂർ ചിക്കനും സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ബട്ട് എരിവ് ഭയങ്കര കൂടുതലായതുകൊണ്ട് അതങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് റേറ്റും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഹോട്ടലിൽ നിന്ന് കുറച്ച് ഹൈ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് തിരിച്ചു വരാം. നമ്മുടെ മുന്നത്തെ വ്ളോഗ്സൊക്കെ കണ്ടു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ എല്ലാ വ്ളോഗ്സിനും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓൾവേസ് വെൽക്കം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നവരേക്കും ബൈ ബൈ. ഓക്കെ, ടേക്ക് കെയർ.